Hello students. Today we are going to discuss about business functions, process and the tools and methods used for requirement analysis. ബിസിനസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസിനെ ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫങ്ഷൻസിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് പ്രോപ്പർ വേയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ബിസിനസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ഹ്യൂമൻ റിസോഴ്സ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഇങ്ങനെ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ഏരിയാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടുത്തെ ഫങ്ഷൻസ് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഒരു ഫങ്ഷണൽ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ സിസ്റ്റം കാണും, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, സെയിൽസ് മാർക്കറ്റിങ്ങിനുള്ള സിസ്റ്റം കാണും, ഫിനാൻസ് അക്കൗണ്ട്സിനൊരു സിസ്റ്റം കാണും, ഹ്യൂമൻ റിസോഴ്സിനൊരു സിസ്റ്റം കാണും. സോ ഓരോ ആക്ടിവിറ്റീസും ഈ ഒരു ഫങ്ഷണൽ സിസ്റ്റം വെച്ചിട്ടായിരിക്കും ഓരോ ഓർഗനൈസേഷനും വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കസ്റ്റമേഴ്സിൻ്റെ തന്നെ നീഡ് ആൻഡ് വാണ്ട് അറിഞ്ഞതിന് ശേഷം പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് പ്രൊമോഷനും വഴി കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് മേടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരിൽ നിന്നും ഓർഡർ പ്രകാരം നമ്മളത് വിൽക്കുക, അങ്ങനെ സെയിൽസ് റിലേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് ഒരു ബൈയിങ് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്നൊരു പ്രോസസ്സാണ് സെയിൽസ് എന്ന് പറയുന്നത്. സോ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. മോഡേൺ മാർക്കറ്റിങ്ങിൽ പ്രൊഡക്റ്റ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിങ്ങും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോടൊപ്പം പ്രോഫിറ്റ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഏൺ ചെയ്തുകൊണ്ടാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എല്ലാം തന്നെ നടക്കുന്നത്. പക്ഷേ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ പ്രൊഡക്ട്സും സെയിൽസ് ആൻഡ് പ്രൊമോഷൻ, സെല്ലിംഗ് ഈ ഏരിയാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രോഫിറ്റിനോടൊപ്പം എങ്ങനെയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് വോളിയത്തിലുള്ള വേരിയേഷൻസ് കൊണ്ടായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ സ്ട്രാറ്റജിക് ലെവലിൽ സെയിൽസ് മാർക്കറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് അവർ മോണിറ്റർ ചെയ്യുകയാണ്. ന്യൂ പ്രൊഡക്ട്സ് എങ്ങനെയായിരിക്കണം, സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ന്യൂ പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുകയാണ് സ്ട്രാറ്റജിക് ലെവലിൽ നടക്കുന്നത്. മാനേജ്മെൻറ്റ് ലെവലിൽ മാർക്കറ്റിംഗ് റിസർച്ച്, അഡ്വർടൈസിങ് ആൻഡ് പ്രൊമോഷണൽ ക്യാമ്പയിൻസ്, പ്രൈസിങ്, ഡിസിഷൻ മേക്കിംഗ് ആണ് മാനേജ്മെൻറ്റ് ലെവലിൽ സപ്പോർട്ട് സിസ്റ്റം വഴി ചെയ്യുന്നത്. നോളജ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അവർ മാർക്കറ്റിംഗ് അനാലിസിസ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓപ്പറേഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ കോൺടാക്ടിങ് ദി പെർട്ടിക്കുലർ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്, ട്രാക്കിംഗ് ദ സെയിൽസ്, പ്രോസസ്സിംഗ് ആൻഡ് ഓർഡേഴ്സ്, പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ് സപ്പോർട്ട്. സോ ദ നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ ഈസ് മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ. മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റോ മെറ്റീരിയൽസിനെ പ്രൊഡക്ഷൻ വഴി ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓർ ഗുഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ആക്ച്വലി പ്രൊഡ്യൂസിങ് ദ ഫേംസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ പ്രോപ്പർ വേയിൽ അത് പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്ഷൻ ഗോൾസിനെല്ലാം അച്ചീവ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഓപ്പറേഷണൽ ലെവൽ, machine control system is used for controlling the actions of machines and equipment in an organization. In knowledge level, computer aided design is used for designing new product using the computer. In management level, production planning system is used to decide when and how many products should be produced. In strategic level, using facility location system for deciding where to locate new production facilities. The next area is finance and accounts. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ അവിടെയുള്ള ഫിനാൻസ് ഫങ്ഷൻ, മോണിറ്ററി ടേംസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യുകയാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. സോ അവിടെ
സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ലെവലിൽ അക്കൗണ്ടിംഗ് റിസീവബിൾ സിസ്റ്റം ഉണ്ട് ഫോർ ട്രാക്കിംഗ് മണി ഓൺ ദ ഫേം. In knowledge level, portfolio analysis system is used for designing the firm's portfolio of investment. In management level, budgeting system is used for preparing short-term budget. In strategic level, profit planning is used for planning long-term profits. The next level is human resource management. Human resource management ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലായിട്ടും ന്യൂ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ വഴി ഓർഗനൈസേഷനിൽ അട്രാക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുത്ത് വർക്കേഴ്സിനെ അവരുടെ സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ പെർഫോമൻസ് അനാലിസിസ്, ഇതെല്ലാം ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അട്രാക്റ്റിംഗ്, developing and maintaining the firm's workforce, which means the employees in the organization. So here they are using staffing training and development system in operational area for tracking recruitment, employee training skills and performance analysis. In knowledge level, career planning system is used for designing career path for employees. In management level, compensation analysis is used for monitor the range and distribution of employee wages, salaries and benefits. In strategic level, human resource planning is used for plan the long-term labor force needs of the organization and succession planning. The next one is materials management. റോ മെറ്റീരിയൽസിനെ, ഫിനിഷ്ഡ് ഗുഡ്സിനെ, വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ, ഇതെല്ലാം മെറ്റീരിയൽസ് കാറ്റഗറിയിൽ പെടുന്നതാണ്. അവയെ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ചെയ്യുക, അവയെ പ്രിസർവ് ചെയ്യുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ there is some inventory system is used by the operational level for tracking the receipt of materials with the vendors and stock position in store. In knowledge level, using trend system to design vendor evaluation and inventory control, and also vendor selection system used by the management level for monitoring the vendors performance and inventory control for cost optimization. In strategic level, long-term sourcing of materials is used for plan long-term sources for raw materials, plant and equipment, and also procurement policy review is done through long-term source of material system. So these all about business function. We are moving to business process. So business process is defined as any function within an organization that enables the organization to successfully deliver its product and services. ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വേയിൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ഫങ്ഷനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഡെലിവർ ചെയ്യുന്നോടം വരെയും നടക്കുന്നു. ആ വർക്കിനെ ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. So business processes are concrete workflow of material, information, knowledge set of activities, and also it represents the unique way in which organization coordinate the work, information and knowledge, and the way in which management chooses to coordinate the particular work in the organization. Next is, so these are all the functional area and the typical business process. In sales and marketing functional area, here identifying the customers, familiarizing customers with the product, selling the particular product. In manufacturing or production area, the business process is happening like assembling the product, quality checking, making bills of materials. In finance and account area, the business process is paying creditors, managing cash, creating financial statements. In human resource, the business process is hiring employee, working out compensation plan, employee performance evaluation. In other types like materials management, the business process is issuing tender inquiry, awarding purchase orders, carrying out inventory control. Next is information system requirements.
ഇൻഫോർമേഷൻ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റിൻ്റെയും സർവീസസിൻ്റെയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. പക്ഷേ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി എല്ലാം തന്നെ നമുക്ക് കൂടി നിൽക്കുകയും വേണം. കോമ്പറ്റീഷൻ മനസ്സിലാക്കണം, നമുക്ക് പ്രോപ്പർ വേയിൽ ടെക്നോളജീസ് യൂസ് ചെയ്യണം. അപ്പോൾ ഇൻഫോർമേഷനെയും നോളജിനെയും പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് പ്രോപ്പർ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തി ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റീസും പ്രോപ്പർ വേയിൽ നടത്താൻ പറ്റത്തുള്ളൂ. സോ ബിസിനസ്സിനെ എല്ലാം കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. സോ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി, റോ മെറ്റീരിയൽ, കസ്റ്റമർ നീഡ്സ്, ലെജിസ്ലേഷൻ, റൂൾ ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, ഇൻഫോർമേഷൻ സിസ്റ്റം പോലുള്ള യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പർ വേയിൽ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് ഇൻഫോർമേഷൻ? ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നെസസറി ആയിട്ടുള്ള വൈറ്റൽ ഇൻപുട്ടാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഡിസിഷൻ മേക്കിങ്ങിന് ഇൻഫോർമേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ഏതൊരു ആക്ടിവിറ്റീസിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് നല്ല ടൈമിൽ റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, ഏറ്റവും എക്സ്പ്ലിക്റ്റ് ആകുന്ന രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സോ ഇൻഫോർമേഷൻ ഈസ് ദ വൈറ്റൽ ഇൻപുട്ട് ഫോർ ദി മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഡിസിഷൻ മേക്കിംഗ്. വാട്ട് യു മീൻ ബൈ സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, which having the part like department, section, units, they are joined together for achieving a particular goal. So information system can be a set of selection of elements starting from collection of data, its processing, its presentation for achieving a defined goal or objective. Information system is a set of process that help in collecting the data, storing the data, processing the data, disseminating information to support decision making process of key managers. ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡേറ്റ കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നും ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്ത് മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് അവരെ ഹെൽപ്ഫുൾ ആക്കുന്ന രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. സോ ഇൻ ഷോർട്ട്, ഇൻഫോർമേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്രോസസ്ഡ് ഡേറ്റ. ഡേറ്റേനെ പ്രോസസ്സിങ് ചെയ്ത് ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് റിക്വയർമെൻറ്റ് അനാലിസിസ്. It's a term used to describe all the tasks that go into the instigation, scoping, definition of a new or altered computer system. റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ആണ്. ഈ ടേം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനോ അവരുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നു. സോ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവർ റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്യുകയാണ് മെയിനായിട്ടും സോഫ്റ്റ്വെയർ എൻജിനീയറിങ്ങിൽ നടക്കുന്നത്. സോ റിക്വയർമെൻറ്റ് അനാലിസിസ് പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. റിക്വയർമെൻറ്റ് എൻജിനീയറിംഗ്, റിക്വയർമെൻറ്റ് ഗ്യാദറിംഗ്, റിക്വയർമെൻറ്റ് ക്യാപ്ചർ, ഓപ്പറേഷണൽ കോൺസെപ്റ്റ് ഡോക്യുമെൻറ്റിംഗ്, സിസ്റ്റം അനാലിസിസ്, റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രോബ്ലംസ്, ജനറൽ പ്രോബ്ലം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫിക്കൽട്ടീസ് നോൺ ആയിട്ടോ അൺനോൺ ആയിട്ടോ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ ജനറൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, right people with adequate experience, technical expertise, language skills may not be available to lead the റിക്വയർമെൻറ്റ് എൻജിനീയറിംഗ് ആക്ടിവിറ്റീസ്. ഈ പ്രോപ്പറായിട്ടുള്ള റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്താനുള്ള അഡിക്വേറ്റ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, അങ്ങനെ സ്കിൽസ് ഉള്ള ആളുകളെ നമുക്ക് ലഭ്യമാകാത്ത സാഹചര്യം. നെക്സ്റ്റ് കേസ് ഈസ് ദ ഇനിഷ്യൽ ഐഡിയ അബൌട്ട് വാട്ട് is needed are often incomplete, widely optimistic and firmly entrenched in the minds of the people leading the acquisition process. ഒരു ഇനിഷ്യൽ ഐഡിയ ത്രൂ ഔട്ട്
ആ ഒരു പ്രോസസ്സിന് അവസാനം വരെ നിലനിൽക്കുന്നില്ല എങ്കിൽ, അതോടൊപ്പം തന്നെ ഒരുപാടായിട്ടുള്ള കോംപ്ലക്സ് ടൂൾസ്, ഡൈവേഴ്സ് മെത്തേഡ്സ് ഒക്കെ ഗ്യാദർ ചെയ്താൽ പോലും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ലഭിക്കത്തില്ല. സോ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുമ്പോൾ റിക്വയർമെൻറ്റ് എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ, വരാൻ സാധ്യതയുള്ള ടാസ്കുകളെ അതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ, സ്കെഡ്യൂളബിൾ, അഫോർഡബിൾ, ലീഗൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി എത്തിക്കൽ. എങ്കിൽ മാത്രമാണ് പ്രോപ്പർ വേയിൽ നമുക്ക് അനാലിസിസ് പ്രോപ്പർ വേയിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നെക്സ്റ്റ് ഈസ്, രണ്ട് രീതിയിലുള്ള ഇഷ്യൂസാണ് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. സ്റ്റേക്ക് ഹോൾഡർ ഇഷ്യൂസും ഡെവലപ്പർ ഇഷ്യൂസും. അതായത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുമ്പോൾ ഉള്ള എന്തെങ്കിലും ലിമിറ്റേഷൻസ്. സ്റ്റേക്ക് ഹോൾഡർ ഇഷ്യൂസ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ലിമിറ്റേഷൻസ് റിക്വയർമെൻറ്റ് അനാലിസിസിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. So next is methods for requirement analysis. The first one is stakeholder interview. നമുക്ക് സ്റ്റേക്ക് ഹോൾഡർ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് റിക്വയർമെൻറ്റ് അനാലിസിസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ മെയിനായിട്ടും ഒരു ലാർജ് സിസ്റ്റത്തിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പർ വേയിൽ അനാലിസിസ് നടത്തുന്നത്. അതെങ്ങനെയായിരിക്കും? ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് ഈസ് റിക്വയർമെൻറ്റ് വർക്ക്ഷോപ്പ്. പ്രോപ്പറായിട്ടുള്ള വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇഷ്യൂസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, ആ ഇഷ്യൂസിനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് വർക്ക്ഷോപ്പുകൾ, എന്തെങ്കിലും ജോയിൻറ്റ് റിക്വയർമെൻറ്റ് ഡെവലപ്മെൻറ്റ് സെക്ഷനുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരെ ഡെവലപ്പ് ചെയ്യിക്കുക. The third thing is contract style requirement list. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റ് റിക്വയർമെൻറ്റ്സ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ് കോൺട്രാക്ട് സ്റ്റൈൽ റിക്വയർമെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോട്ടോടൈപ്സ്. അതായത് ഒരു ഫ്ലാറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഡയഗ്രാംസ്, ഫിഗേഴ്സ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി പ്രോപ്പർ വേയിൽ ഡിസൈൻ ചെയ്തെടുത്ത് റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തി അതിൻ്റെ ഫങ്ഷണൽ ഏരിയ മെൻഷൻ ചെയ്യുന്നതാണ് പ്രോട്ടോടൈപ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ഒരു വിഷ്വൽ ലുക്കിൽ വരുമ്പോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ടോട്ടലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും പ്രോട്ടോടൈപ്സ് ഡെവലപ്പ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ മാപ്പാണ് for developing particular requirement analysis area. Next is use cases. This technique is for capturing the potential requirement of a new system or software change. Each use case provides one or more scenario that convey how the system should interact with the end user or another system to achieve a specific business goal. ഈ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുന്നത് ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇൻട്രാക്ട് ചെയ്യുന്നത്, അച്ചീവ് ആകുന്നുണ്ടോ, ബിസിനസ് ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ് യൂസ് കേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബിഹേവിയർ ഓഫ് ദി സിസ്റ്റം ടു ബി ഡെവലപ്ഡ്. ഏതൊക്കെ കാര്യങ്ങളിലാണോ ഡെവലപ്മെൻറ്റ് വേണ്ടത്, സോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഫങ്ഷണൽ ഏരിയയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും ഇൻറ്റേർണൽ വർക്ക് ആയിരിക്കും ചെയ്യുന്നതെങ്കിൽ ഫങ്ഷണൽ റിക്വയർമെൻറ്റും നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റും ഉണ്ട്. Software requirement specification, there are two types, functional requirement and non-functional requirement. So functional requirement area നോക്കുകയാണെങ്കിൽ അവർ internal എൻവയോൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്. സോ അവരിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ സോഫ്റ്റ്വെയർസ് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും കാൽക്കുലേഷൻസ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ്, ഡാറ്റ മാനിപ്പുലേഷൻ ആൻഡ് പ്രോസസ്സിങ്, അങ്ങനത്തെ ഏരിയ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഇൻട്രാക്ഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു ഇൻ്റർ റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക,
ആ റിക്വയർമെൻറ്റ്സിനെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആക്കുന്നു. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് മീൻസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ, കസ്റ്റമേഴ്സിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ, അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അറിയാനും ഡെവലപ്മെൻറ്റ്സിന് വേണ്ട കാര്യങ്ങൾ കൂടുതൽ അറിയാനുമായിട്ട് ഹെൽപ്ഫുൾ ആക്കുന്നു. Then some kinds of tools used for requirement analysis. So the tool should be scalable, integrated software requirements, and also IT ഓർഗനൈസേഷനിൽ ഈ പല രീതിയിലുള്ള റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഫൈൻ. ദ സെക്കൻഡ് പോയിൻറ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. തേർഡ് തിങ് ഈസ് വെരിഫൈ. ഒരു കാര്യം ചെയ്തിട്ട് അതിന് പ്രോപ്പർ വേയിൽ മോണിറ്റർ ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. എങ്കിൽ മാത്രം ഡിഫൈൻ, മാനേജ്, വെരിഫൈ എന്ന് പറയുന്ന പോർഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അത് കൂടുതൽ പ്രാക്ടിക്കലബിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് എലിസിറ്റേഷൻ. കൂടുതലായിട്ട് എന്തായിരുന്നു റീവർക്കുകളെ എലിമിനേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അവർ എന്താ പുതിയ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്നവരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ, പ്രോപ്പർ ടെക്നിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ടീം മെമ്പേഴ്സിന് ഒപ്പം എല്ലാവർക്കും ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക ഒക്കെയാണ് ഈ ആദ്യത്തെ ക്രിട്ടിക്കൽ പ്രോസസ് ഏരിയയിൽ നടക്കുന്നത്. രണ്ടാമത്തത് അനാലിസിസ്, which ensure the most important process requirement are delivered. Steps need to be taken so that organization mature their existing analysis process by implementing an effective approach, enhancing the skills of analysts, enabling a requirement based estimation and the planning process. Coming to specification, it improve the accuracy, relevancy. Organization may mature the existing requirements by defining a consistent hierarchy, developing standard templates, identifying various techniques used for the proper functioning. Next is validation. Validation is used for improve the accuracy and the completeness. Organization may mature their existing requirements like the process like defining and implementation of verification process, automating validation, defining and implementing a process through requirement analysis. The last one is the management, which is used to maximize the responsiveness control. Organization may mature the existing requirement management process by establishing proper process for managing changes to existing requirements, including a standard process for requesting changes. It is to enable the better control of scope and commitment. The second one is refining procedures for evaluation and acceptance among the stakeholders. In some cases, establishing a change control board in every organization. സോ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് റിക്വയർമെൻറ്റ് അനാലിസിസിന് നമുക്കൊരു പർട്ടിക്കുലർ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് അനാലിസിസ് ടൂൾസ്. വേരിയസ് കൈൻഡ്സ് ഓഫ് റിക്വയർമെൻറ്റ് അനാലിസിസ് ടൂൾസ് ഉണ്ട്. Like Accept 360 degree from Accept Software Corporation, Active Focus from Scapware, Analyst Pro from Ghoda Software. അങ്ങനെ ഒരുപാട്, ചിപ്പ് കാരി, കെയർ ഫ്രം സോഫിസ്റ്റ് ഗ്രൂപ്പ്, ക്രാഡിൽ, ഡോസ്, ജിമാർക്ക്, ഡോക്യുബ്രസ്റ്റ്, ഫോക്കൽ പോയിൻറ്റ്, ഗ്യാദർ സ്പേസ്, നാൻസി റൺലെറ്റ്, ഒരുപാട് മോർ ദാൻ 20 റിക്വയർമെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് to analyzing the documents for information gathering ആകാം, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആകാം, ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ്, ഡിസ്കവറിങ് ന്യൂ റിക്വയർമെൻറ്റ്സ്, പല രീതിയിലുള്ള ഒബ്ജക്ട്സ് കളക്ട് ചെയ്യുന്നതിനാകാം, കസ്റ്റമർ കൊളാബറേഷൻ, വിഷ്വലൈസേഷൻ, ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് പ്രോസസ്, പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റിനാകാം, റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റിനാകാം,
then providing system to online solution with different user tired packages, അങ്ങനെ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് സിസ്റ്റത്തിനെ യൂസ് ചെയ്തുകൊണ്ട് റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ബിസിനസ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ these all about the requirement analysis, business functions and process in an organization.